മുട്ടടയിലെ വോട്ട് ഇല്ലാതായതുമായി ബന്ധപ്പെട്ട് CPIM-ന് ഒരു പങ്കും അക്കാര്യത്തിൽ ഇല്ല. ഇവർ പറയുന്ന വീട് ഇവരുടെ സ്വന്തമായ വീടല്ല. ആ വീട്ടിന്റെ ഉടമസ്ഥൻ ഇന്ത്യക്ക് പുറത്താണ്. മുട്ടട ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ്. ഞങ്ങൾക്ക് നല്ല ബേസുള്ള സ്ഥലമാണ് മുട്ടട. ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ശബരിനാഥനെ കബഡിയാറെന്ന് മാറ്റി മുട്ടട കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ പോലും ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള ഒരു സ്ഥലമാണ്. RSS BJP എത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ എതിർ രാഷ്ട്രീയ പാർട്ടികളോട് എപ്പോഴും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത കൂട്ടരാണിവർ. പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തങ്ങൾ നല്ലവരാണ്, ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിച്ച് വിശ്വാസം എല്ലാവരെയും അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ മുഴുവൻ ചേർത്തുകൊണ്ട് ആണ് അവർ നിലനിൽക്കുന്നത്. പക്ഷേ ആ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. വല്ലാത്തൊരു പ്രതിസന്ധി BJPയെ നയിക്കുകയാണ്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് BJPയോടൊപ്പം ജീവൻ കളഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളുകൾക്ക് ആ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമാകുന്ന കാര്യം. ആരെയും അവർ തള്ളിപ്പറയും. അവരുടെ പുത്തൻ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഗുണ്ടാ സെറ്റ്, മണൽ മാഫിയ, ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന പുതിയ ചില ആളുകളെയാണ് അവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ അവർ സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു മുൻ DGP-യാണ്. ആ DGP-യുടെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം നന്നായിട്ട് അറിയാം. ബൊട്ടാണിക്കൽ ഗാർഡനിൽ DGP ആയിരിക്കുമ്പോൾ, അല്ല ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ പട്ടിയെ കൊണ്ടുപോയി 1.5 മണിക്കൂർ നേരം ചെടി തിരഞ്ഞെടുക്കുന്ന സമയത്ത് AC ഇട്ടിരുന്ന ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴി, റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച്, ഒരു പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടേണ്ട റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച് അവർ ഇന്റർലോക്ക് ചെയ്ത ആളാണവർ. അന്ന് DGP ആയിരുന്ന TP സെൻകുമാർ ഒരു മെമ്മോ കൊടുത്തു. ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ പണം ഇങ്ങനെ വിനിയോഗിച്ചത് തെറ്റായിപ്പോയി എന്നൊരു മെമ്മോ കൊടുത്തു. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ട് അന്ന് നടപടിയിൽ നിന്ന് ഒഴിവാക്കിയ ആളാണ്. ആറ്റുകാലിലെ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികളുടെ പേരിൽ ഒരു ആചാരത്തിന് വിരുദ്ധമായി അഭിപ്രായം പറഞ്ഞവരാണ് അവര്. ഞാൻ അതിനെ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് BJPക്കകത്ത് ചോര കൊടുത്ത് നീര് കൊടുത്ത് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ വിഭാഗം ആളുകളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയുടെ അധികാരത്തിന്റെ ഗർവിൽ ഒരു പുതിയ സെറ്റിനെ കൊണ്ടുവന്ന് നിലവിലുള്ള ആളുകളെ നിലംപരിശാക്കുന്ന അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമാണ് BJPയെ ഇപ്പോൾ നയിക്കുന്നത്. ലീഡർഷിപ്പ് അതിനെല്ലാം മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.